ഹലോ ഓൾ. നമ്മള് 6ാം ക്ലാസ്സിന്റെ ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ് എന്ന അടിസ്ഥാന ശാസ്ത്രത്തില്, അതായത് ബേസിക് സയൻസിലെ ചാപ്റ്റർ ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പൂക്കാം കായ്ക്കാം എന്ന ചാപ്റ്റർ ആണ് നോക്കുന്നത്. 3ാമത്തെ ഭാഗമാണിത്. അപ്പൊ ആദ്യത്തെ 2 ഭാഗങ്ങളും കണ്ടതിന് ശേഷം ഇതിൽ വരിക. ടീച്ചർ എങ്ങനെയാ റെക്കോർഡ് ചെയ്യുന്നതെന്ന് ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷ് മീഡിയംകാർക്കും മലയാളം മീഡിയംകാർക്കും പ്രയോജനം ഉണ്ടാവുന്ന രീതിയിലാണ് ടീച്ചർ ഇത് റെക്കോർഡ് ചെയ്തിട്ട് പോകുന്നത്. അപ്പൊ കഴിഞ്ഞ 2 പാർട്ടിൽ നമ്മൾ എന്തൊക്കെ നോക്കി? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് നോക്കി. അതുപോലെ തന്നെ പാർട്സ് ഓഫ് ഫ്ലവേഴ്സ് നോക്കി. നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, പൂക്കാത്ത സസ്യങ്ങളെ പറ്റി പഠിച്ചു. പൂവിന്റെ ധർമ്മങ്ങൾ എന്താ, ഫങ്ഷൻസ് ഓഫ് ദ ഫ്ലവറിനെ പറ്റി പഠിച്ചു. ഫലത്തിന്റെയും വിത്തിന്റെയും കാര്യം പഠിച്ചു. ഫ്രൂട്ടിന്റെയും സീഡിന്റെയും കാര്യം പഠിച്ചു. പെൺപൂവ്, ആൺപൂവ്, ഒരേ പൂവിൽ രണ്ടും ഉള്ളത്, യൂണിസെക്ഷൽ, ബൈസെക്ഷൽ അല്ലെ. അതേപോലെ പെൺപൂവിനെ മാത്രം ഉണ്ടാക്കുന്ന ചെടികൾ, ആൺപൂവിനെ മാത്രം ഉണ്ടാക്കുന്ന ചെടികൾ, രണ്ടും ഉണ്ടാക്കുന്ന ചെടികൾ. അതിന് നമ്മൾ ഏകലിംഗ സസ്യങ്ങൾ, ദ്വിലിംഗ സസ്യങ്ങൾ, ഡൈഷ്യസ് പ്ലാന്റ്സ്, മൊണീഷ്യസ് പ്ലാന്റ്സ് എന്നുള്ള ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി ഈ 3ാമത്തെ ഭാഗത്തിൽ നമ്മൾ എന്തൊക്കെയാ പഠിക്കാൻ പോകുന്നത്? നമ്മൾ പഠിക്കാൻ പോകുന്നത് പോളിനേഷൻ പഠിക്കും. ഫ്രണ്ട്സ്, പോളിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു, ഒരു വിത്ത് ഉണ്ടാവണമെങ്കിൽ വിത്തിൽ നിന്നാണ് പുതിയ ചെടി ഉണ്ടാവുന്നത്. സീഡിൽ നിന്നും അനദർ ന്യൂ പ്ലാന്റ് അറൈസസ് അല്ലെ. സീഡ്, വിത്തിൽ നിന്നും ന്യൂ പ്ലാന്റ് അറൈസസ്. ഈ വിത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കേണ്ടേ? ആൺ ബീജവും പെൺബീജവും ഒന്നാവണം. മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും ഒന്നാവണം. മെയിൽ ഗാമേറ്റ് എന്ന് പറയുന്നത് ഏതിന്റെ അകത്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതൊന്നും കൂടി റിവൈസ് ചെയ്യണം. അപ്പൊ അതിനെ പറ്റിയിട്ട് പഠിക്കും. പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് പഠിക്കും. ഫ്രണ്ട്സ് ഓഫ് ഫ്ലവേഴ്സിനെ പറ്റി പഠിക്കും. ഫെർട്ടിലൈസേഷനെ പറ്റിയിട്ട് പഠിക്കും. ഓക്കെ. എന്നിട്ട് സമയം ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സ്, സമയം ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നമുക്ക് 4ാമത്തെ ഒരു കുഞ്ഞു പാർട്ടും കൂടിയിട്ട് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പൊ ഇത്രയും ഫ്രണ്ട്സ് ഓഫ് ഫ്ലവേഴ്സ്, പൂക്കളുടെ കൂട്ടുകാരൊക്കെയാ? പോളിനേഷൻ, സ്വപരാഗണവും പരപരാഗണവും, 2 ടൈപ്പ് പോളിനേഷൻ ഉണ്ട്. പരാഗണം എന്നാണ് അതിന് പറയാ അല്ലെ. പരാഗണത്തിനെ പറ്റിയിട്ട് പഠിക്കും. ഫെർട്ടിലൈസേഷൻ, ബീജസങ്കലനത്തിനെ പറ്റിയിട്ട് ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ ശ്രമിക്കും. അപ്പൊ നമുക്ക് ഇന്നത്തെ വിഷയമായ പോളിനേഷൻ നമുക്ക് നോക്കാം. പോളിനേഷൻ അല്ലെങ്കിൽ പരാഗണം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു, വിത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആൺബീജം, അതായത് മെയിൽ ഗാമേറ്റ്, ഓക്കെ, ഗാമേറ്റ് ഞാൻ ഫുൾ എഴുതുന്നില്ല, അതായത് ആൺബീജം പെൺബീജം, ആൺബീജവും പെൺബീജവും ഒന്നാകണം അല്ലെ. ഫീമെയിൽ ഗാമേറ്റ്, ഓക്കെ, പെൺബീജവും ഒന്നാകണം, ബീജം. ഓക്കെ. ഇത് രണ്ടും ഒന്നാവുമ്പോഴാണ് നമുക്ക് വിത്ത് കിട്ടുന്നത്. വിത്തിന്റെ ഉള്ളിൽ ഒരു സാധനം ഉണ്ട് കേട്ടോ, സൈഗോട്ട് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. അതിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാം. ഇംഗ്ലീഷ് മാത്രം ഞാൻ തൽക്കാലം പറഞ്ഞിട്ട് പോവാം. ഓക്കെ. സൈഗോട്ടിന്റെ അകത്താണ് ശരിക്കും, സൈഗോട്ടാണ് ഫസ്റ്റ് കുഞ്ഞസ്റ്റ് ചെടി, ഏറ്റവും ചെറിയ ചെടി എന്ന് പറയുന്നത് സൈഗോട്ടാണ്. അതെങ്ങനെ ഉണ്ടാവുന്നത്? മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും ഒന്നായിട്ട്. ഓക്കെ. ആൺബീജവും പെൺബീജവും ഒന്നായിട്ട്. ആൺബീജം എവിടെയാണ് മക്കളെ ഇരിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. നമ്മുടെ പ്രത്യുൽപാദന അവയവം, അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായ സ്റ്റേമൻ, അതായത് കേസരത്തില് എന്തൊക്കെയുണ്ട്? ഇതായിരുന്നു ആ പ്രത്യുൽപാദന അവയവം. നമുക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു? കേസരം അല്ലെങ്കിൽ സ്റ്റേമനിലെ ഫിലമെന്റും ഉണ്ട്, പരാഗിയും ഉണ്ട്. ഈ പരാഗിയുടെ അകത്ത് പരാഗ രേണുക്കൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇതിനെ ഇങ്ങനെ നമ്മൾ മുറിച്ചു എന്ന് വിചാരിച്ചോ? ഇതിന്റെ ഉള്ളിൽ ഒരു കുഴൽ പോലെ ഉണ്ടാവും അല്ലെ. ഇങ്ങനെ ഒരു കുഴൽ പോലെ ഒരു എന്താ പറയാ, ഒരു കൂടാണ് അത്. അതിന്റെ ഉള്ളിൽ മുഴുവനും പരാഗ രേണുക്കൾ, പോളൻ ഗ്രെയിൻസിലാണ്. ഇതിൽ ഒരു പോളൻ ഗ്രെയിൻ ഞാൻ പുറത്തോട്ട് എടുത്തു. അതിന്റെ ഉള്ളിൽ 2 ആൺബീജങ്ങൾ ഉണ്ടാവും, 2 മെയിൽ ഗാമേറ്റ്സ് ഉണ്ടാവും. അപ്പൊ ഇതിന്റെ പരാഗി കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് പൊട്ടും. ആ സമയം ആവുമ്പോഴത്തേക്കും, അത് മെച്ചുവർ ആവുമ്പോഴത്തേക്കും, അതിന് ഈ പറയുന്നത് പോലെ കറക്റ്റ് സമയം ആവുമ്പോഴത്തേക്കും, വളർച്ച പ്രാപിക്കുമ്പോഴത്തേക്കും ഈ ആന്തർ അങ്ങോട്ട് പൊട്ടും. ആന്തർ പൊട്ടുമ്പോഴാണ് പോളൻ ഗ്രെയിൻസ് അങ്ങ് ചുറ്റും വ്യാപിക്കും. അല്ലെങ്കിൽ എന്താണ്? പൂമ്പാറ്റകളുടെ കാലിൽ പറ്റി പിടിക്കും. എന്നിട്ട് ഈ പോളൻ ഗ്രെയിൻസിന്റെ അകത്തുള്ള മെയിൽ ഗാമേറ്റിനെ വഹിച്ചുകൊണ്ട് ഒന്നില്ലെങ്കിൽ കാറ്റ് പറന്ന് നടക്കും, അതല്ല എന്നുണ്ടെങ്കിൽ ഈച്ചയും കൊതുകും എല്ലാം പറഞ്ഞു നടത്തുന്ന പൂമ്പാറ്റകളും അതുപോലെ തന്നെ വണ്ടുകളും പറന്ന് നടക്കും എന്ന് പറയാം. അപ്പൊ ഇതിന്റെ അകത്ത് മെയിൽ ഗാമേറ്റ്സ് ഒളിച്ചിരിക്കുന്നുണ്ട്. 2 മെയിൽ ഗാമേറ്റുകൾ ഉണ്ട്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ, പെൺ പ്രത്യുൽപാദന അവയവം എവിടെയാണ് മക്കളെ? ദേ കിടക്കണം, പെൺ പ്രത്യുൽപാദന അവയവം. ഇതിന്റെ പെൺ പ്രത്യുൽപാദന അവയവത്തിൽ എന്തൊക്കെയുണ്ട്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനിലെ സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. ഇതിലെ ഓവറിയുടെ അകത്താണ്
ഫീമെയിൽ ഒളിച്ചിരിക്കുന്നത്. അണ്ടാശയത്തിന്റെ അകത്ത് ഓവ്യൂളുകൾ ഉണ്ട്. അപ്പൊ ഓവ്യൂളുകൾ ഉണ്ട്. ഓവ്യൂളിന്റെ ഉള്ളിലാണ് പെൺബീജം ഇരിക്കുന്നത്. പെൺബീജം ഇരിക്കുന്നത്. അപ്പൊ ആണെന്ന് പറയുന്നത് വേറൊരു സ്ഥലത്ത്. ഇപ്പൊ ചില ചെടികളുടെ പ്രത്യേകത എന്താ? ഒന്നുകൂടി ഒറ്റ പ്രാവശ്യം കൂടി ഞാൻ ഒന്ന് പറയട്ടെ. ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോയില്ലേ. സ്റ്റിഗ്മ ഉണ്ട്, പരാഗണ സ്ഥലമുണ്ട്, സ്റ്റൈൽ ഉണ്ട്, ഓവറി ഉണ്ട്. ഓവറി അണ്ടാശയത്തിന്റെ ഉള്ളിൽ ഓവ്യൂളുകൾ ഉണ്ട്. ഈ ഓവ്യൂളിന്റെ ഉള്ളിലാണ് നമ്മുടെ പെൺബീജം ഇരിക്കുന്നത്. ക്വീൻ അവിടെയാണ് ഇരിക്കുന്നത്. ക്വീൻ പുറത്തോട്ട് പോയില്ല. രാജാവാണ് കുതിരപ്പുറത്ത് ഇങ്ങോട്ട് വരുന്നത്. ഓക്കെ, കുതിരപ്പുറത്തല്ല, നമ്മുടെ പൂമ്പാറ്റയുടെ പുറത്ത് പറ്റിപ്പിടിച്ചിട്ടോ അല്ലെങ്കിൽ കാറ്റിൽ പറന്ന് 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 രാജാവ് ഇങ്ങോട്ട് വരും. മെയിൽ ഗാമേറ്റ് ഇങ്ങോട്ട് വരും. ക്വീൻ എങ്ങോട്ടും പോവില്ല. ക്വീൻ പുറത്തോട്ട് പോവില്ല. ഓക്കെ, അപ്പൊ ജെനിയുടെ കാര്യവും നമ്മൾ പഠിച്ചു. ഇനി ഇതിലൊരു ട്വിസ്റ്റ് എന്താണ്? ആൺബീജവും പെൺബീജവും ഒരേ സ്ഥലത്ത് വരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിലെ ഫെർട്ടിലൈസേഷൻ, ബീജസങ്കലനം, ബീജങ്ങൾ രണ്ടും ഒന്നാവണം, അല്ലെ? ഒന്നിച്ചു കൂടണം. അപ്പൊ ഒന്നാവണമെങ്കിൽ ബീജസങ്കലനം എന്നാണ് അതിന് പറയാ. ഫെർട്ടിലൈസേഷൻ എന്നാണ് പറയാ. അവര് രണ്ടുപേരെ ഒരേ സ്ഥലത്ത് എത്തിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫീമെയിൽ ഗാമേറ്റ് പുറത്തോട്ട് പോവില്ല. ഷീ ഈസ് എ ക്വീൻ, ഷീ ഈസ് ഗോയിങ് ടു വെയിറ്റ്. ഓക്കെ, ഇപ്പോഴത്തെ ക്വീനുകളൊന്നും അങ്ങനെയല്ല. നമ്മൾ ആരെയും പറ്റിയിട്ട് വെയിറ്റ് ചെയ്യൊന്നുമില്ല. പക്ഷെ ദിസ് ക്വീൻ വിച്ച് ഇസ് ദെയർ ഇൻസൈഡ്, മറ്റേ രാജ്ഞി അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുക, കൊട്ടാരത്തിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. അപ്പൊ രാജാവ് വരണം. മെയിൽ ഗാമേറ്റ് ഷുഡ് കം. ഓക്കെ, അപ്പൊ ഒരു സ്ഥലത്ത് എത്തിക്കണം. അപ്പൊ എടാ മക്കളെ, നിങ്ങൾ നോക്കി, ഇപ്പൊ ചെമ്പരത്തിയുടെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകേണ്ട കാര്യമേ ഉള്ളൂ. പക്ഷെ നമ്മൾ പപ്പായയുടെ കാര്യം പറഞ്ഞു. പപ്പായയിലാണെങ്കിൽ 2 ചെടിയിലാണ്. ഒരു ചെടിയില് ആൺപൂവ്. ഇവിടെയാണ് പോളൻ ഗ്രെയിൻസ് പുറത്തോട്ട് പോകുന്നത്. മെയിൽ ഗാമേറ്റ് ഇവിടെ. അതേസമയം പെൺപൂവ് വേറൊരു ചെടിയിൽ തന്നെയാണെന്ന് പറയാം. ചെടിയിൽ തന്നെയാണ്, അല്ലെ? ഇവിടെയാണ് ഫീമെയിൽ ഗാമേറ്റ് ഒളിച്ചിരിക്കുന്നത്. ഈ മെയിൽ ഗാമേറ്റ് ഇവിടെ നിന്ന് പറന്ന് ഫീമെയിൽ ഗാമേറ്റിന്റെ അടുത്തേക്ക് എത്തണം. ഇനി മത്തങ്ങയുടെ കാര്യം പറയുകയാണെങ്കിലോ, ഒരു ചെടിയിൽ തന്നെ പെൺപൂവ് ഉണ്ട്, അതുപോലെ തന്നെ ആൺപൂവ് ഉണ്ട്, അല്ലെ? ആൺപൂവ്. അപ്പൊ ഈ ആൺപൂവിൽ നിന്നും പോളൻ ഗ്രെയിൻസ് പറന്ന് ചെന്ന് ഫീമെയിൽ ഗാമേറ്റിന്റെ അടുത്ത് എത്തണം. പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്ന പരാഗരേണുക്കൾ. പരാഗരേണുവിന്റെ ഉള്ളിലാണ് പൂമ്പൊടി എന്ന് നമ്മൾ പറയില്ലേ. പൂമ്പൊടിയുടെ ഉള്ളിലാണ് മെയിൽ ഗാമേറ്റ്സ് ഒളിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇവര് പോയി ഒരു സ്ഥലത്ത് എത്തണം. അതേസമയം ചെമ്പരത്തിയുടെ കാര്യം സൗകര്യമാണ്. ചെമ്പരത്തിയില് ഈ പരാഗരേണുക്കൾ അഥവാ പോളൻ ഗ്രെയിൻസ്, അതായത് പൂമ്പൊടി, ഇവിടെ നിന്ന് ഇത് പൊട്ടും, ആൻതർ പൊട്ടും, പരാഗി പൊട്ടും. ഇതിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന പരാഗരേണുക്കൾ അത് മെച്ചുവർ ആവുമ്പോൾ, മെച്ചുവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായപൂർത്തിയാകുമ്പോൾ മാത്രം അത് പൊട്ടും. അത് കഴിഞ്ഞിട്ട് ഈ പൂമ്പൊടി പാറി പറന്ന് ഈ പറയുന്നത് പോലെ തിരിച്ച് ഇങ്ങോട്ട് വീഴും. ഇത് ഏതാ സ്ഥലം? പരാഗണ സ്ഥലം. ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ താഴോട്ട് വന്ന് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും. എഗ് എന്ന് പറഞ്ഞാൽ അണ്ടമായി ഫ്യൂസ് ചെയ്യും. അണ്ടം എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ ക്വീൻ. അണ്ടം ഈസ് ക്വീൻ. ക്വീൻ എന്ന് പറയുന്നത് ആരാ? ഇതിങ്ങനെ പോയി പരീക്ഷയ്ക്ക് എഴുതരുത് കേട്ടാ. അണ്ടം എന്ന് പറയുന്നത് രാജ്ഞിയാകുന്നു എന്ന് പോയി എഴുതരുത്. എന്താണ്? അണ്ടം എന്ന് പറയുന്നതാണ് ഫീമെയിൽ ഗാമേറ്റ്. നമ്മൾ എന്ത് പറഞ്ഞു? പരാഗിയിൽ പരാഗരേണുക്കളുണ്ട്, അതായത് പോളൻ ഗ്രെയിൻസ് ഉണ്ട്. ഈ പോളൻ ഗ്രെയിൻസ് എവിടെ പോയി വീഴും? സ്റ്റിഗ്മ, പരാഗണ സ്ഥലത്ത് പോയി വീഴും. എന്നിട്ട് ഈ പോളൻ ഗ്രെയിൻസിന്റെ ഉള്ളിലുള്ള മെയിൽ ഗാമേറ്റ്സ് മാത്രം, അതായത് ആൺ ബീജം മാത്രം, ആൺ ബീജം, മെയിൽ ഗാമേറ്റ്സിനെ ഞാൻ ചുരുക്കി എഴുതിയതാ കേട്ടോ. ആൺ ബീജം, മെയിൽ ഗാമേറ്റ്സ്. ഓക്കെ, വൃത്തിക്ക് എഴുതണോ? ഓക്കെ, മെയിൽ ഗാമേറ്റ്സ് നമുക്ക് അങ്ങനെ എഴുതാം. മെയിൽ ഗാമേറ്റ്സ് എന്താണ്? ആൺബീജം, മെയിൽ ഗാമേറ്റ്സ്. താഴോട്ട് ഇങ്ങനെ എന്താ പറയാ, ഊർന്നിറങ്ങും. ഓക്കെ, സ്റ്റൈലിൽ കൂടിയിട്ട്. ഇവിടെ എന്താ ഉള്ളത്? ജനിതണ്ട് ഉണ്ടല്ലേ. ഈ ജനിതണ്ടിൽ കൂടിയിട്ട് താഴോട്ട് ഇറങ്ങും. എന്നിട്ട് ഓവറിയിൽ കയറി, ഓവ്യൂളിൽ കയറി ഇവിടെ ഫെർട്ടിലൈസേഷൻ, ബീജസങ്കലനം നടക്കും. 2 മെയിൽ ഗാമേറ്റ്സ് ഉണ്ട് ഇല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പോളൻ ഗ്രേനില് 2 മെയിൽ ഗാമേറ്റ്സ് ഉണ്ട്. രണ്ട് ആൺബീജമുണ്ട്. ഈ 2 ആൺബീജം ഉള്ളത് കൊണ്ടാണ് ദ്വിബീജ സങ്കലനം എന്ന് പറയാം. ഒരു മെയിൽ ഗാമേറ്റും ഒരു ഫീമെയിൽ ഗാമേറ്റും കൂടിയാണെങ്കിൽ സാധാരണ ഫെർട്ടിലൈസേഷൻ, ബീജസങ്കലനം എന്ന് പറയും. 2 മെയിൽ ഗാമേറ്റ് ഉണ്ട്. 2 പ്രാവശ്യം സങ്കലനം നടക്കും. ആക്ച്വലി 2 പ്രാവശ്യം. അത് നമുക്ക് കുറച്ചും കൂടി വലുതാവുമ്പോഴേ മനസ്സിലാവുള്ളൂ. 2 സങ്കലനം ഉണ്ട് അവിടെ. അതുകൊണ്ടാണ്
ദ്വിബീജ രണ്ട്, ദ്വി മീൻസ് രണ്ട് ബീജ സങ്കലനം, അതായത് ഡബിൾ ഫെർട്ടിലൈസേഷൻ, രണ്ട് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പൊ പോളിനേഷൻ അവിടെ ഇരിക്കട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താ, മെയിൽ ഗാമേറ്റ് ആൻഡ് എഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഫീമെയിൽ ഗാമേറ്റ്. ഇറ്റ് ഷുഡ് ഫ്യൂസ്, യോജിക്കണം. ആൺപൂവും ആൺബീജവും, പുംബീജം ആൺബീജവും പെൺബീജമായ അണ്ടവും എഗ്ഗും തമ്മിൽ ഫ്യൂസ് ചെയ്യണം, യോജിക്കണം. അങ്ങനെയാണ് സീഡ് അഥവാ വിത്ത് ഉണ്ടാകുന്നത്. യെസ്, ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ഗാമേറ്റ് വിത്ത് egg cell, male gamete and egg cell should fuse in order for seed to form. സീഡ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേര് ഫ്യൂസ് ചെയ്യണം. ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ ഇതാണ് സംഭവിക്കുക. മെയിൽ ഗാമേറ്റ് എവിടെയാണ് മക്കളെ ഉള്ളത്? ആൻതറിന്റെ അകത്ത്, പരാഗിയുടെ ഉള്ളിലാണുള്ളത്. എഗ് എവിടെയാണുള്ളത്? അണ്ടം എവിടെയാണുള്ളത്? ഓവറിയുടെ ഉള്ളിൽ, ഓവ്യൂളിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഈ പ്രോസസ് ഓഫ് ഫ്യൂഷൻ ഈസ് പോസിബിൾ ത്രീ. ഇങ്ങനെ ഒന്നിക്കുന്നതിന്റെ പേരെന്താണ്? ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്തുകൊണ്ട് പറഞ്ഞു? രണ്ട് മെയിൽ ഗാമേറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ ചുമ്മാ അങ്ങ് പറഞ്ഞു പോയാൽ മതിയായിരുന്നു. പക്ഷെ പരാഗി പൊട്ടി പുറത്തോട്ട് വരുന്ന പരാഗി പൊട്ടി കഴിയുമ്പോൾ കുറെ പോളൻ ഗ്രെയിൻസ് ഉണ്ടാവും കേട്ടോ, ഒന്നും രണ്ടും എന്നല്ല, കുറെ പോളൻ ഗ്രെയിൻസ് ഉണ്ടാവും. ഓക്കെ, അതിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. പരാഗ രേണുക്കൾ, പോളൻ ഗ്രെയിൻസ്. ഒരു പോളൻ ഗ്രെയിൻ ഞാൻ പുറത്തോട്ട് കുറെ ഉണ്ട്, കുറെ പോളൻ ഗ്രെയിൻസ് ഉണ്ടാവും. ഇതില് ഒരു പോളൻ ഗ്രെയിൻ ഞാൻ പുറത്തോട്ട് എടുത്തു, ഈ പോളൻ ഗ്രെയിൻ എടുത്തു. ഇതിന്റെ ഉള്ളിൽ രണ്ട് മെയിൽ ഗാമേറ്റുകൾ ഉണ്ടാവും. ആ മെയിൽ ഗാമേറ്റ്സിനെയാണ്, രണ്ട് ബീജങ്ങൾ ഉണ്ടല്ലോ, ഇവര് പോയി സങ്കലനം നടക്കും, ഫ്യൂഷൻ നടത്തും. അതുകൊണ്ടാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. പൂച്ചെടികളിൽ വിത്ത് രൂപപ്പെടുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ വേണം? ആൺബീജവും അണ്ടവും, ഫീമെയിൽ ഗാമീറ്റും പെൺബീജവും ഒന്ന് ചേരേണ്ടത് ആവശ്യമാണ്. പുംബീജം എവിടെയാണുള്ളത്? പരാഗരേണുക്കളിലാണുള്ളത്. അണ്ടം അണ്ടാശയത്തിലുമാണ് ഉള്ളത്. ഓക്കെ, പൂച്ചെടികളിൽ ഇതൊന്നാവുന്നത് എങ്ങനെയാണ്? ദ്വിബീജ സങ്കലനത്തിലൂടെയാണ് ഈ പ്രക്രിയ സാധ്യമാകുന്നത്. അപ്പൊ ഇത്രയും മക്കൾക്ക് മനസ്സിലായോ? പക്ഷെ നമുക്ക് ചുമ്മാ കയറി ഇവിടെ നിന്നും നമുക്ക് ഇവിടെ നിന്നും ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. അതിനൊരു പരിപാടി നടക്കണം, അല്ലെ? അതിനെയാണ് പോളിനേഷൻ എന്ന് പറയുന്നത്. നമുക്കത് നോക്കാം. അപ്പൊ ഈ പോളൻ ഗ്രെയിൻസ്, അതായത് ആൺബീജത്തിനെ വഹിച്ചുകൊണ്ട് നടക്കുന്ന, അതായത് രാജാവിനെ വഹിച്ചുകൊണ്ട്, കുതിരപ്പുറത്ത് അല്ലാട്ടാ. അപ്പൊ നമുക്ക് പപ്പായയുടെ കാര്യം നോക്കാം. പപ്പായയില് ആണുണ്ട്, ഇവിടെ എന്തുണ്ട്? സ്റ്റേമൻ ഉണ്ട്, അല്ലെ? ഒരു സ്റ്റേമൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതാണ് സ്റ്റേമൻ എന്ന് വിചാരിച്ചോ. ഒരു കുഞ്ഞു പൂവിലെ സ്റ്റേമൻ ആണ് ഉള്ളത്. ഈ സ്റ്റേമൻ പ്രായപൂർത്തിയായി. പരാഗരേണുക്കൾ ഇങ്ങോട്ട് പൊട്ടി, ആ ആൻസർ അങ്ങോട്ട് പൊട്ടും, പരാഗി അങ്ങോട്ട്, ആ ബാഗ് അങ്ങോട്ട് പൊട്ടും. അപ്പൊ കൊറേ പൂമ്പൊടി, പരാഗരേണുക്കൾ പുറത്തോട്ട് വിടും. ഈ പുറത്തോട്ട് വിടുന്ന സാധനം എവിടേക്ക് എത്തണം? പെൺചെടിയില് എത്തണം. പെൺചെടിയുടെ പെൺപൂവിൽ എവിടെ എത്തണം? സ്റ്റിഗ്മ, പരാഗണ സ്ഥലത്തെത്തണം. ഇങ്ങനെ പരാഗണ സ്ഥലത്തെത്തണം. നമ്മൾ എന്താ കണ്ടേ? നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റിഗ്മ കണ്ടു, ഇല്ലേ? സ്റ്റിഗ്മ ഉണ്ട്, സ്റ്റൈൽ ഉണ്ട്. ഇതിന്റെ അകത്താണ് ഓവറി ഉള്ളത്. ഇതിന്റെ അകത്ത് ഓവ്യൂളുകൾ ഉണ്ട്. ഈ ഓവ്യൂളിന്റെ അകത്താണ് എഗ്ഗ് ഒളിച്ചിരിക്കുന്നത്, അല്ലെ? അണ്ടം ഒളിച്ചിരിക്കുന്നത്. ഈ പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത്, അതായത് പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ എത്തുന്ന പ്രോസസ്സിന്, ഈ ഒരു പ്രക്രിയയാണ് പരാഗണം അല്ലെങ്കിൽ പോളിനേഷൻ എന്ന് നമ്മൾ പറയുന്നത്. പോളിനേഷൻ. അപ്പൊ ബീജസങ്കലനം, അതായത് ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ പരാഗരേണുക്കൾ, അതായത് പോളൻ ഗ്രെയിൻസ് ജനിപുടത്തിന്റെ പരാഗണ സ്ഥലത്ത് എത്തണം. അതായത് ഗൈനീഷ്യ, ജനിപുടം എന്ന് പറയുന്ന ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ, അതായത് പെൺ പ്രത്യുൽപാദന അവയവം. പെൺ പ്രത്യുൽപാദന അവയവത്തില് സ്റ്റിഗ്മ ഉണ്ട്, അല്ലെ? സ്റ്റിഗ്മ സ്റ്റൈൽ ഓവറി ഉണ്ട്. അതിൽ തന്നെ പരാഗണ സ്ഥലത്തെത്തണം. പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിലെത്തണം. ഈ ഒരു പ്രക്രിയനെയാണ് നമ്മൾ പോളിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഡോണ്ട് പോളൻ ഗ്രെയിൻസ് നീഡ് ടു റീച്ച് സ്റ്റിഗ്മ ഓഫ് ദ ഗൈനീഷ്യം ഫോർ മെയിൽ ഗാമീറ്റ് ആൻഡ് egg to fuse. എന്താ? പുംബീജവും അണ്ടവും തമ്മിൽ യോജിക്കണം എന്നുണ്ടെങ്കിൽ ഈ പരാഗരേണുക്കൾ ജനിപുടത്തിന്റെ പരാഗണ സ്ഥലത്ത് എത്തണല്ലോ. യെസ്, the pollen grains must reach the stigma. Pollen grains ഇത് റെഡ് ആണ്. pollen grains
must reach the stigma, must reach the stigma of the gynoecium. Gynoecium എന്ന് പറഞ്ഞാൽ പെൺ പ്രത്യുൽപാദന അവയവം. അപ്പൊ പോളൻ ഗ്രെയിൻസ് പെൺ പ്രത്യുൽപാദന അവയവമായ ഗൈനീഷ്യത്തില് എത്തണം, സ്റ്റിഗ്മയിൽ എത്തണം. സ്റ്റിഗ്മ എന്ന് പറഞ്ഞാൽ പരാഗണ സ്ഥലത്ത് എത്തണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രോസസ്സിനെയാണ് പോളിനേഷൻ എന്ന് പറയാം. വാട്ട് ഇസ് പോളിനേഷൻ? പോളിനേഷൻ ഇസ് ദ പ്രോസസ് ബൈ വിച്ച് പോളൻ ഗ്രെയിൻസ്, ഇതാണ് പോളൻ ഗ്രെയിൻസ്, പോളൻ ഗ്രെയിൻസ് റീച്ച് ദ സ്റ്റിഗ്മ ഓഫ് ദ ഗൈനീഷ്യം ഫോർ ദ ഫെർട്ടിലൈസേഷൻ ടു ഒക്കർ. ബീജസങ്കലനം നടക്കണമെങ്കിൽ പരാഗരേണുക്കൾ ജനിപുടത്തിന്റെ പരാഗണ സ്ഥലത്തെത്തണം. ഈ പ്രക്രിയനെയാണ് പരാഗണം എന്ന് പറയുന്നത്. പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിനെയാണ് പോളിനേഷൻ എന്ന് പറയുന്നത്. പരാഗി എന്ന് പറയുന്നത് ആണിന്റെ ഉള്ളിലുള്ള ആൻതർ, ആൺ പ്രത്യുൽപാദന അവയവത്തിലാണ്, ആൻതർ അല്ലെ, പ്രത്യുൽപാദന. ഇത് കുറെ ഉണ്ട് കേട്ടോ. ആൺ പ്രത്യുൽപാദന അവയവത്തിലാണ്, ആൻതറിന്റെ അകത്താണ് പോളൻ ഗ്രെയിൻസ് ഉള്ളത്, പരാഗരേണുക്കൾ ഉള്ളത്. അവിടെ നിന്നും സ്റ്റിഗ്മയിൽ എത്തുന്നത്, പരാഗണ സ്ഥലത്തെത്തുന്നതിനെയാണ് നമ്മൾ പരാഗണം അല്ലെങ്കിൽ പോളിനേഷൻ. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആൻതർ ടു സ്റ്റിഗ്മ ഈസ് പോളിനേഷൻ. പരാഗിയിൽ നിന്നും പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിന് പരാഗണം എന്ന് നമ്മൾ പറയുന്നു. ഇത്രയും മനസ്സിലായോ? ടീച്ചർ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ എല്ലാ വീഡിയോയിലും പറഞ്ഞു, നിങ്ങൾ ഇംഗ്ലീഷും മലയാളവും പഠിച്ചു പോവാ, അല്ലെങ്കിൽ 11ാം ക്ലാസ് 12ാം ക്ലാസ്സിലൊക്കെ മക്കൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ 2 വാക്കുകളും പുതിയ വാക്കുകൾ വരുമ്പോഴത്തേക്കും നോട്ട് പുസ്തകത്തിൽ എഴുതി തന്നെ പോണട്ടോ. ഓക്കെ, അപ്പൊ എന്നും അത് വായിച്ചു പോകുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഫെമിലിയാരിറ്റി വരും, നമുക്ക് നല്ല പരിചയമാവും അല്ലെ ആ വാക്കുകള്. അപ്പൊ എളുപ്പമുണ്ടാവും വായിക്കാനായിട്ട്. ഒന്ന് കുറേ തവണ വായിക്കാൻ, കാണാതെ ഓൾസോ പറഞ്ഞു നോക്കണം, മനസ്സിലാക്കി കാണാതെ ഓൾസോ പറഞ്ഞു നോക്കണം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമുക്ക് പരാഗരേണുക്കൾ അപ്പുറത്തേക്ക് പോവാ? ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പപ്പായയുടെ ചെടിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആണുണ്ട് ഇവിടെ, ഇപ്പുറത്ത് പെണ്ണുണ്ട്. എങ്ങനെയാണ് ഇവിടേക്ക് പോവാ അല്ലെ? അപ്പൊ അതിനു വേണ്ടിയിട്ട് പൂക്കളെ സഹായിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പല രീതിയിൽ പോവാം. എബയോട്ടിക് ആൻഡ് ബയോട്ടിക് ഫാക്ടേഴ്സ് ഹെൽപ്പ് ഇൻ പോളിനേഷൻ. അതായത് പരാഗണത്തിനെ സഹായിക്കുന്നത് ജീവനുള്ള ആൾക്കാരും സഹായിക്കും, ജീവനില്ലാത്ത ആൾക്കാരും സഹായിക്കും. ജീവനുള്ള ആൾക്കാർ സഹായിക്കും, അതേപോലെ തന്നെ ജീവനില്ലാത്ത ആൾക്കാർ. Abiotic factors and biotic factors help in pollination. പോളൻ ഗ്രെയിൻസിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനായിട്ട് സഹായിക്കും. അപ്പൊ ജീവൻ ഇല്ലാത്ത നിർജീവ അജീവീയ ഘടകങ്ങൾ എന്നാണ് പറയാ. ജീവനില്ലാത്തവ, നിർജീവമായ അജീവീയ ഘടകങ്ങൾ ഏതൊക്കെയാ? പോളൻ ഗ്രെയിൻസിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാർ ആരൊക്കെയാ അപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നത്? അപ്പൊ ഒന്ന് കാറ്റ് കൊണ്ടുപോകും അല്ലെ, കാറ്റ് നല്ലോണം കാറ്റടിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നും പോളൻ ഗ്രെയിൻസ്, അയ്യോ ഇത് കാണില്ല അല്ലെ, നോക്കാം, ഒരു പൂവ് ദേ കിടക്കണം, ഒരു പൂവുണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇപ്പൊ തൽക്കാലം നമ്മൾ രണ്ട് ചെടികളിലാണ് ആണും പെണ്ണും വിചാരിച്ചു എന്ന് വെച്ചാൽ അങ്ങനെ ആവണം നിർബന്ധമൊന്നുമില്ല. എന്താണെങ്കിലും പോളൻ ഗ്രെയിൻസ് ഇങ്ങനെ പുറത്തോട്ട് വന്നു. പോളൻ ഗ്രെയിൻസ് കാറ്റടിക്കുമ്പോഴത്തേക്ക് അങ്ങ് കാറ്റിൽ പടരും, ഭയങ്കരമായിട്ട് പടരും. അപ്പൊ മറ്റേ ചില സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു മറ്റേ വിത്ത് ഉണ്ടാവണ സമയം അല്ലെങ്കിൽ പൂമ്പൊടി ഉണ്ടാവണ സമയമുണ്ട്. അപ്പൊ ഈ കാറ്റിൽ മുഴുവനും, അമേരിക്കയിലൊക്കെ, ഞാൻ അമേരിക്കയിലായിരുന്നു, അപ്പൊ അവിടെ ഒരു സമയമാകുമ്പോഴത്തേക്കും സെപ്റ്റംബർ ഒക്ടോബർ സമയമാകുമ്പോഴത്തേക്കും ഇന്ന് ചുറ്റും കാറ്റില് ചുറ്റും പൂമ്പൊടിയാണ്. അപ്പൊ ആ സമയത്ത് ഭയങ്കരമായിട്ട് അലർജി ഒക്കെ വരും. ആ കാറ്റത്ത് പൂമ്പൊടി പാറി നടന്ന് അതിന്റെ പെൺപൂവിനെ തേടിയൊന്നല്ല, ചുമ്മാ കാറ്റത്ത് പോകും. പെൺപൂവിൽ പോയിട്ട് വീഴുമ്പോഴത്തേക്കുമാണ് ഈ പറയുന്നത് പോലെ സങ്കലനം, ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പൊ അജീവീയ ഘടകങ്ങൾ ആരൊക്കെയാണ്? നിർജീവ ഘടകങ്ങളും ഉണ്ട്, ജീവനുള്ള ഘടകങ്ങളുണ്ട്. അജീവ ഘടകങ്ങളിൽ തുടക്കം നമ്മൾ പറഞ്ഞു കാറ്റ്, അതുപോലെ തന്നെ വെള്ളവും സഹായിക്കും. താമര അല്ലെങ്കിൽ ലില്ലിപ്പൂവ്, വെള്ളത്തിൽ വളരുന്ന ലില്ലിപ്പൂവില്, അതേപോലെ വെള്ളത്തിൽ വളരുന്ന കുറേ കാര്യങ്ങളുണ്ട്. വെള്ളത്തിൽ ഒഴുകി നടക്കുന്നവയുണ്ട്. ആൺ ബീജം അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻ, ആൺ ബീജമല്ല, പരാഗരേണുക്കൾ, പോളൻ ഗ്രെയിൻ, അതിന്റെ മെയിൽ ഗാമേറ്റ് അതിന്റെ ഉള്ളിലാണല്ലോ. വെള്ളത്തിൽ പൊട്ടി വീഴും, എന്നിട്ട് വെള്ളം അതിനെ എടുത്ത് പെൺപൂവിന്റെ അടുത്തേക്ക് കൊണ്ടെത്തും. ആ വെള്ളത്തിന്റെ ഓളത്തിലാണ് പെൺപൂവിന്റെ അടുത്തേക്ക് എത്താതിരിക്കുക. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താണ്? ഇതിങ്ങനെ കറക്റ്റ് ആയിട്ട് അന്വേഷിച്ചൊന്നും പോവില്ല. വെള്ളം എവിടെ പോകുന്നു അവിടെ ഒരു പെൺപൂവ് ഉണ്ടെന്നുണ്ടെങ്കിൽ സൗകര്യം, സന്തോഷം, അങ്ങനെ ഫെർട്ടിലൈസേഷൻ നടക്കും. അല്ല വെള്ളച്ചാട്ടത്തിൽ വീണ് മറ്റേ ആൺപൂവ് ഒരു വഴി ആവുന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ
അത് വേസ്റ്റ്. ഓക്കെ, ഈ അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഇങ്ങനെയുള്ള ചെടികള് കൊറേ 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 പരാഗരേണുക്കൾ പോളൻ ഗ്രെയിൻസ് ഉണ്ടാക്കും ഇഷ്ടം പോലെ. കാരണം അങ്ങ് ചുമ്മാ തുറന്നു വിടുകയാണ്. പോകുന്ന പോക്കിന് മറ്റേ പെൺപൂവിനെ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ വേറെ പൂവിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ വെള്ളത്തിലാണെങ്കിലും കാറ്റിന്റെ കാര്യത്തിലാണെങ്കിലും കുറേ അധികം പോളൻ ഗ്രെയിൻസ് ഉണ്ടാക്കും. കുറച്ചല്ല, കുറെ എണ്ണം ഉണ്ടാക്കും. കാരണം കിട്ടിയാ കിട്ടി എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത് കൊണ്ട്. അപ്പൊ വെള്ളത്തിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ കേസിൽ വെള്ളം നനഞ്ഞ് ചീഞ്ഞു പോകാൻ പാടില്ല അല്ലെ. അപ്പൊ ഇത് വെള്ളത്തിൽ വിടുമ്പോ, അതായത് പരാഗരേണുക്കൾ വെള്ളത്തിൽ വിടുമ്പോ അതിന് ചുറ്റും വെള്ളം നനയാതിരിക്കാനുള്ള ഒരു എന്താ പറയുക കവറും കൂടിയിട്ടുണ്ടാവും എന്ന് പറയാം. അപ്പൊ അങ്ങനെ കുറെ, ഇപ്പൊ കാറ്റത്ത് പറങ്ങി നടക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് ആ പോളൻ ഗ്രെയിൻസ്, അതായത് ആ പരാഗരേണുകള് ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം. ഭയങ്കര വെയിറ്റ് ഉള്ളതാവാൻ പാടില്ല അല്ലെ, ഭയങ്കര ഭാരമുള്ളതാവാൻ പാടില്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിന് പറന്ന് നടക്കാൻ പറ്റില്ല. നമ്മൾ അപ്പൂപ്പൻ താടി കണ്ടിട്ടില്ലേ? അപ്പൂപ്പൻ താടി ഇങ്ങനെ പാറി പറന്ന്, അത് സീഡ് വെച്ചിട്ടാണ് കേട്ടോ പോവാ. പക്ഷെ അപ്പൂപ്പൻ താടിനെ പോലെ ലൈറ്റ് ആയിരിക്കും പറയാം. അപ്പൂപ്പൻ താടി അല്ല, പക്ഷെ അതുപോലെ ഇങ്ങനെ ഭാരമില്ലാത്തതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ കാറ്റത്ത് പറന്ന് നടക്കാൻ പറ്റുള്ളൂ. ഭയങ്കര ഭാരം ഉള്ളതാണെങ്കിൽ കാറ്റത്ത് പറന്ന് നടക്കാൻ പറ്റില്ല. അപ്പൊ കാറ്റുണ്ട്, വെള്ളമുണ്ട്, അതുപോലെ തന്നെ ഐസിൽ കുടുങ്ങിയിരിക്കുന്ന സംഭവങ്ങളുണ്ട്. പക്ഷെ ഐസ് അത്രയ്ക്കില്ല, കാറ്റ് വെള്ളമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇതേപോലെ തന്നെയാണ് ഇനി ജീവനുള്ള ഘടകങ്ങൾ. ജീവനുള്ള ഘടകങ്ങൾ ആരാണ്? നമ്മൾ പൂമ്പാറ്റ, ഏറ്റവും ഇമ്പോർട്ടന്റ്, ബട്ടർഫ്ലൈസ്, ഇൻസെക്ട്സ് അല്ലെ. അതുപോലെ തന്നെ ബട്ടർഫ്ലൈസ് ഉണ്ട്, അതേപോലെ മോത്തുകൾ എന്ന് പറഞ്ഞാൽ പുഴുക്കൾ ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ കുരങ്ങന്മാരെ ഹെൽപ്പ് ചെയ്യും. ചില കേസസിൽ ആന കാരണം പോളിനേഷൻ നടക്കുന്ന ചെടികൾ ഉണ്ട് എന്ന് പറയാം. ആന കാരണം, ശരിക്കും പറഞ്ഞതാണ് വലിയൊരു പൂവാണ് അതിന്. ആന കാരണമാണ് അതിന് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. മാമൽസ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്നത്, മുട്ടയിടില്ല, മറിച്ച് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നവരെയാണ് മാമൽസ് എന്ന് പറയുക. മാമറി ഗ്ലാൻഡ് ഉള്ളവരെ, പാല് കൊടുക്കുന്നവരെ, മുലപ്പാല് കൊടുക്കുന്നവരെയാണ് മാമൽസ് എന്ന് നമ്മൾ പറയാം. സ്തനികൾ എന്നാണ് നമ്മൾ അതിന്, സസ്തനികൾ എന്നാണ് ഇംഗ്ലീഷ് അല്ല മലയാളത്തിൽ പറയുക, സസ്തനികൾ എന്നാണ് പറയുക. അപ്പൊ അപ്പൊ ഇങ്ങനെ ഇൻസെക്ട് കാരണം, ബേർഡ്സ് കാരണം ഒക്കെയാണ് പോളിനേഷൻ നടക്കുക. ബേർഡ്സും ഹെൽപ്പ് ചെയ്യും കേട്ടോ, മറ്റേ എന്താ പറയാ പക്ഷികളും പരാഗണത്തിന് സഹായിക്കും എന്ന് പറയും. അപ്പൊ പോളിനേഷന് രണ്ട് മേജർ ആൾക്കാരാണ്. പോളിനേഷൻ ഇസ് ഫെസിലിറ്റേറ്റഡ് ബൈ എബയോട്ടിക്, വിച്ച് ഇസ് നോൺ ലിവിങ്, ആൻഡ് ബയോട്ടിക് എന്ന് പറഞ്ഞാൽ ലിവിങ് ഫാക്ടേഴ്സ്. അതായത് നിർജീവമായ ഘടകങ്ങളും ജീവനുള്ള ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും സഹായിക്കും. അപ്പൊ പോളിനേഷൻ എന്ന് പറയുന്ന പരാഗണം സഹായിക്കുന്നത് ആരൊക്കെയാണ് മക്കളെ? ഒന്ന് എബയോട്ടിക് എന്ന് പറയുന്നത് അജീവീയ, എന്താണ്? അജീവീയ ഘടകങ്ങൾ. അടുത്തത് ബയോട്ടിക് ഘടകങ്ങൾ, ജീവനുള്ള ജീവീയ ഘടകങ്ങൾ. അജീവീയ ഘടകങ്ങളിൽ നമുക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെയാ? കാറ്റ്, വിൻഡ് ഇസ് ദേർ. അതേപോലെ വാട്ടർ ഇസ് ദേർ. വിൻഡ് എന്ന് പറയുന്നത് കാറ്റ്, വാട്ടർ എന്ന് പറയുന്നത് ഓഫ്കോഴ്സ് വെള്ളം. ഓക്കെ, വെള്ളം. ജീവീയ ഘടകങ്ങളിൽ എന്തൊക്കെയുണ്ട്? ഇൻസെക്ട്, അതുപോലെ തന്നെ മോത്സ്, അതുപോലെ തന്നെ നമുക്ക് ഇനി ഉണ്ടായിരുന്നല്ലോ ബേർഡ്സ്, മാമൽസ്, ഇതൊക്കെ ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. മാമൽസ് ഒക്കെ ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. മാമൽസ്. ഓക്കെ, ഇൻസെക്ട് എന്ന് പറഞ്ഞാൽ പ്രാണികൾ. പ്രാണികൾ സഹായിക്കും, പക്ഷികൾ സഹായിക്കും, അതുപോലെ തന്നെ സസ്തനികളെ സഹായിക്കും എന്ന് പറയാം. അജീവീയ ഘടകങ്ങളും ജീവീയ ഘടകങ്ങളും പരാഗണത്തെ സുഗമമാക്കുന്നു. പോളിനേഷൻ ഇസ് ഫെസിലിറ്റേറ്റഡ് ബൈ എബയോട്ടിക് ആൻഡ് ബയോട്ടിക് ഫാക്ടേഴ്സ്. അജീവീയ ഘടകങ്ങളിൽ ആരൊക്കെയാണുള്ളത്? കാറ്റും വെള്ളവും. അതായത് എബയോട്ടിക് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് വിൻഡ് ആൻഡ് വാട്ടർ. ബയോട്ടിക് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ഇൻസെക്ട്, ബേർഡ്സ് ആൻഡ് ആനിമൽസ്. ബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ജീവിയ ഘടകങ്ങളിൽ പ്രാണികളും പക്ഷികളും മറ്റു മൃഗങ്ങളും ഉൾപ്പെടുന്നു. ആർ ഇൻസെക്ട്സ് ആൻഡ് ബേർഡ്സ് ദി ഓൺലി പോളിനേറ്റേഴ്സ്? അവർ മാത്രമാണോ പരാഗണത്തിന് സഹായിക്കുന്നത്? അതായത് പ്രാണികളും അതുപോലെ തന്നെ പക്ഷികളും മാത്രമാണോ പരാഗണത്തിന് സഹായിക്കുന്നത്? ബിസൈഡ്സ്
ലിവിങ് തിങ്സ്, ആർ ദർ എനി അതർ ജീവനുള്ളവയല്ലാതെ ബാക്കിയുള്ളവർ ആരെങ്കിലും പരാഗണത്തിന് സഹായിക്കുന്ന, അതല്ലേ ഇപ്പൊ പറഞ്ഞു തീർത്തത് നമ്മള്. നോ, ഇൻസെക്ട്സ് ആൻഡ് ബേർഡ്സ് മാത്രമല്ല പോളിനേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. നോ, ഇൻസെക്ട്സ് ആൻഡ് ബേർഡ്സ് ആർ നോട്ട് ദ ഓൺലി വൺസ് ദാറ്റ് ഹെൽപ്പ് ഇൻ പോളിനേഷൻ. പ്രാണികളും പക്ഷികളും മാത്രമല്ല പരാഗണത്തെ സഹായിക്കുന്നത്. അതർ ആനിമൽസ് ലൈക്ക് ബാറ്റ്സ്, വവ്വാലുകൾ സഹായിക്കും. ബട്ടർഫ്ലൈസ് സഹായിക്കും. ബട്ടർഫ്ലൈ ചിത്രശലഭങ്ങൾ സഹായിക്കും. മോത്സ് സഹായിക്കും, അതായത് നിശാശലഭങ്ങൾ സഹായിക്കും. അതുപോലെ തന്നെ സസ്തനികൾ, മാമൽസ്, കുഞ്ഞുണ്ടാക്കുന്ന, അതേപോലെ കുരങ്ങന്മാര്, അതുപോലെ തന്നെ ആന ഉൾപ്പെടെ ഉള്ളവർ, മാമൽസ് സഹായിക്കും. അഡീഷണലി നോൺ ലിവിങ് ഫാക്ടേഴ്സ് ലൈക്ക് വിൻഡ് ആൻഡ് വാട്ടർ, ജീവനില്ലാത്ത കാറ്റും വെള്ളവും ഉൾപ്പെടെ പോളിനേഷന് സഹായിക്കുക. ആർ പോളിനേറ്റേഴ്സ്. ജീവനില്ലാത്ത കാറ്റും വെള്ളവും അടക്കമുള്ളവർ പരാഗണത്തെ സഹായിക്കുന്നു. ഇതൊക്കെ കാണാതെ പഠിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഇതിലുള്ള ആൾക്കാരെ നമുക്ക് നോക്കാം.